ഇത് ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ കാലമാണല്ലേ. ഇന്ന് എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന ചക്കക്കുരു മുരിങ്ങലയും കൊണ്ടുള്ള ഒരു കറി റെസിപ്പി കാണാം. നേരത്തെ വേവിച്ച് വെച്ച ചക്കക്കുരുവിലേക്ക് നമ്മൾ 3 പച്ചമുളകും മഞ്ഞളും ഉപ്പും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒന്ന് ആ മഞ്ഞളിന്റെയും മുളകിന്റെയും പച്ചമണം മാറുന്നവരെ ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. മുരിങ്ങലയിലും ചക്കക്കുരുവിലും എത്രമാത്രം പോഷക ഗുണങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറയേണ്ടതിന്റെ ആവശ്യമില്ലല്ലോ. ഓറഞ്ചിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ സിയും പാലിനേക്കാൾ കൂടുതൽ കാൽസ്യവും മുരിങ്ങയിലയിൽ ഉണ്ടെന്നാണ് പഠനം. ചക്കക്കുരുവിലെ പ്രോട്ടീൻ നമ്മുടെ കാഴ്ചയ്ക്ക് നല്ല ഗുണമാണ് ഉണ്ടാക്കുന്നത്. മഞ്ഞളും ഉപ്പും ചക്കക്കുരുവിൽ ഒന്ന് യോജിച്ചതിനു ശേഷം നമ്മൾ ഇതൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി ഇടിച്ചെടുക്കണം. ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇടിക്കാതെ ചെറുങ്ങനെ കടിക്കുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ഇതൊന്ന് ഉടച്ചെടുക്കേണ്ടത്. ഉടച്ചെടുത്ത ഈ ഗ്രേവി അതേ പാത്രത്തിൽ വെച്ച് ഒന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടി ചേർക്കണം. ഇത് കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ. ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ മുരിങ്ങയില ഇതിലേക്ക് ചേർക്കും. മുരിങ്ങയില നന്നായിട്ട് വൃത്തിയാക്കണം കേട്ടോ. മുരിങ്ങയിലയിൽ ഒരു തരത്തിലുള്ളൊരു മുട്ട ഉണ്ടാകും, അത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. വൃത്തിയാക്കിയ ഇല ഒന്ന് അരിഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത്. അരിയാതെ നേരിട്ട് കറിയിലേക്ക് ഇടുന്നവരും ഉണ്ട് കേട്ടോ. പിന്നീട് പണിയൊന്നുമില്ല, ഇതിലേക്ക് വറവൽ തയ്യാറാക്കാം. ചെറിയ ഉള്ളിയും വറ്റൽ മുളകും യൂസ് ചെയ്തിട്ടാണ് വറവൽ ഉണ്ടാക്കുന്നത്. നന്നായിട്ടൊന്ന് നിറം മാറി കഴിയുമ്പോഴാണ് നമ്മൾ കറിയിലേക്ക് അത് ചേർക്കുക. പിന്നീട് വേറൊന്നുമില്ല, നന്നായിട്ടൊന്ന് ഇളക്കി വറവൽ എല്ലായിടത്തും എത്തി ഉറപ്പാക്കിയിട്ട് നമുക്ക് കുറച്ച് ചോറും പൊരിച്ച മീനും അച്ചാറും അതോടൊപ്പം ഈ ചക്കക്കുരു മുരിങ്ങയില കറിയും കൂട്ടി നന്നായിട്ട് കഴിക്കാം. പോഷകവും ഉണ്ടാവും, നല്ല സ്വാദുമാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.